ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാത്ത എന്ത് ഊട്ടി ട്രിപ്പ് അല്ലേ? ഊട്ടിയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള ചെടികളുടെ ഒരു മായാലോകം. 55 ഏക്കർ സ്ഥലത്താണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടെ വളരെ അപൂർവമായ പല ചെടികളും സംരക്ഷിക്കപ്പെടുന്നു. ലോവർ ഗാർഡൻ, ന്യൂ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, കൺസർവേറ്ററി, ഫൗണ്ടൻ ടെറസ്, നഴ്സറി എന്നിങ്ങനെ 6 വിഭാഗങ്ങളായാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1847 നിർമ്മിക്കപ്പെട്ട ഉദ്യാനമാണ് ഈ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ചെടികൾ സംരക്ഷിച്ചു വരുന്നു. ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തു വന്ന യാത്രാക്ഷീണം എല്ലാം മാറുന്നത് വരെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. പിന്നീട് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ ടോയ് ട്രെയിൻ കാണാനായി വന്നു. ട്രെയിനിൽ കയറാനായിട്ടുള്ള ആളുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ടോയ് ട്രെയിനും എത്തി. പിന്നീട് ഊട്ടി ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിൽ നിന്നും ഞങ്ങളുടെ ലഗേജ് എല്ലാം എടുത്തതിന് ശേഷം ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൽ കയറി. കർണാടകയുടെ നോൺ AC സ്ലീപ്പർ ബസ്സായിരുന്നു അത്. പാലക്കാട് നിന്നും ഊട്ടിയിലേക്കുള്ള റൂട്ടിൽ നിന്നും വ്യത്യസ്തമായി പൈൻ ഫോറസ്റ്റുകൾക്കിടയിലൂടെയാണ് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര. പിന്നീട് നല്ല രാത്രിയിലായിരുന്നു ബന്ദിപ്പൂർ മുതുമലൈ നാഷണൽ പാർക്കിലൂടെ ബസ് കടന്നുപോയത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല ആനിമൽ സൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു. കൂടുതലും ആനക്കൂട്ടങ്ങളെ ആയിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ ഊട്ടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.